പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. തന്നെയായ യേശു നമ്മുടെ മുമ്പിലേക്ക് എഴുന്നള്ളി വന്ന ഈ നിമിഷം പൂർണ്ണമായി നമ്മളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈശോയെ നിനക്ക് ആരാധന, ഈശോയെ നിനക്ക് സ്തോത്രം, മഹത്വം. നമ്മുടെ ഹൃദയങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കട്ടെ, നമ്മുടെ വാക്കുകൾ ചലിച്ചുകൊണ്ടിരിക്കട്ടെ. ഈശോയിലേക്ക് നമ്മുടെ ഹൃദയത്തെ സമർപ്പിക്കാം. ഈശോയെ ഈ നിമിഷത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ ഞങ്ങളോടുള്ള ഒത്തിരി സ്നേഹത്തെ പ്രതി ഞങ്ങൾ അനുഗ്രഹിക്കാനായിട്ട് ഞങ്ങളുടെ ഇടയിൽ എഴുന്നള്ളി വന്ന പൊന്നീശോയെ ഞങ്ങളെ പൂർണ്ണമായും അംഗീകാരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന ഈശോയെ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മളെ അനുഗ്രഹിക്കാനായി നമ്മുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ മണിക്കൂറിൽ നമ്മളെ ശ്രവിക്കാനായി നമ്മുടെ ഹൃദയങ്ങളെ ഏറ്റെടുക്കാനായി നമ്മുടെ ഇടയിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലോകമെമ്പാടുമുള്ള സക്രാരികളിൽ നമ്മെ ഒത്തിരി സ്നേഹത്തോടെ കാത്തിരിക്കുന്നു അവിടുത്തെ കരുണ ഈ മണിക്കൂറിൽ നമ്മുടെ മേൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ഒരു നിമിഷം നമ്മളായിരിക്കുന്ന ആകുലതകളെ, നമ്മളായിരിക്കുന്ന വേദനകളെ എല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ആയിരത്തി 1995 ക്രിസ്ത്യാനികൾക്കെതിരെ ഗുജറാത്തിൽ കലാപം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൂട്ടം അക്രമകാരികൾ ഏതാനും യഹൂദരെ പിടിക്കുകയാണ്. ഏതാനും ചെറുപ്പക്കാരെ പിടികൂടി അവരോട് പറയുകയാണ്, നിങ്ങൾ ക്രിസ്തുവിനെ ഉപേക്ഷിച്ചാൽ, ക്രിസ്തു മതം നിങ്ങൾ ഉപേക്ഷിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ജീവനോടെ പോകാം, ഇല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കൊന്നുകളയും. ഒരു യുവാവ് ഒഴികെ മറ്റെല്ലാവരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അവിടെ അവശേഷിച്ച യുവാവിനെ അവർ പിടിച്ചു കെട്ടി ആ ഒരു റോഡിൽ കിടത്തിയിട്ട് ഒരു കൂർത്ത കല്ല് അദ്ദേഹത്തിൻ്റെ തലയുടെ മുകളിൽ പിടിച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഞങ്ങൾ ഒരു ചാൻസ് കൂടി തരും. ക്രിസ്തു മതം ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞാൽ നിനക്കിവിടെ നിന്ന് ജീവനും കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഈ കല്ല് നിന്റെ തലയിൽ വീഴും. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ മറുപടി പറഞ്ഞു എന്ന് പറയുക, എൻ്റെ തലയിൽ ഇത്ര അധികം സെല്ലുകളുണ്ട്, അതിൽ ഒരു സെല്ല് കൊണ്ടുപോലും എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യം ഞാൻ എങ്ങനെ പറയും? എൻ്റെ തലയിൽ ഇത്രയേറെ സെല്ലുകളുണ്ട്, അതിലൊരു സെല്ല് കൊണ്ടുപോലും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യം ഞാൻ എങ്ങനെ പറയും? അടുത്ത നിമിഷത്തിൽ ആ കൂർത്ത കല്ല് ആ യുവാവിൻ്റെ തലയിൽ പതിക്കുകയാണ്. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം അതിൻ്റെ 22-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, ഒരു കൂട്ടം സദുക്കായര് ഈശോയുടെ മുമ്പിൽ വന്ന് ഈശോയെ ഉത്തരം മുട്ടിക്കാനായി ചോദിക്കുന്നുണ്ട്. സീസറിന് നികുതി കൊടുക്കണമോ വേണ്ടയോ? ഇവിടെ നമ്മൾ കണ്ടുമുട്ടുന്ന ഈ ഒരു ഭാഗത്തിൽ ഈശോ മറുപടി പറയുന്നത് നമ്മുടെ ഹൃദയങ്ങളെ ഒരു പക്ഷേ പിടിച്ചു കുലിക്കേണ്ടതാണ്. ഒരു പക്ഷെ വളരെ ലാഘവത്തോടെ, വളരെ ലഘുവായി വായിച്ചു തീർക്കാവുന്ന ഒരു സുവിശേഷ ഭാഗമാണത്. എന്നാൽ ഇവിടെ മറുപടി പറയുന്ന ആ 33-കാരൻ
യുവാവിന് ഒരു പ്രത്യേകതയുണ്ട്. അത് യേശുവാണ്, അവൻ വിവേകത്തോടെ അതിനുത്തരം പറഞ്ഞു എന്നുള്ളതല്ല. പകരം ഈശോ ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ശക്തമായ ഭാഷയിൽ ഈശോ മറുപടി പറയുന്നത് ഇങ്ങനെയാണ്: സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. സീസർ ദൈവമല്ലെന്നും നിങ്ങൾ വണങ്ങേണ്ടത് ആരാധിക്കേണ്ടതെല്ലാം ദൈവത്തെയാണെന്നും സീസറിനുള്ള നികുതി അത് അവന് കൊടുത്തേക്കുക, ദൈവത്തിനുള്ള മഹത്വം അത് ദൈവത്തിന് മാത്രം കൊടുത്തേക്കുക എന്നാണ് ഈശോ അവിടെ പറയുക. പ്രിയപ്പെട്ടവരെ, ആ ഒരു ചോദ്യത്തിൽ ഈശോ പതറുകയല്ല ചെയ്യുന്നത്. പകരം ചങ്കുറ്റത്തോടെ ധൈര്യത്തോടുകൂടി ഈശോ അതിന് മറുപടി പറയുകയാണ് ചെയ്യുന്നത്. ചങ്കുറ്റത്തോടെ ധൈര്യത്തോടുകൂടി ഈശോ അതിന് മറുപടി പറയുകയാണ് ചെയ്യുന്നത്. പ്രിയം നിറഞ്ഞവരെ, ഈശോയുടെ ആ മനോഭാവം നമ്മളിൽ ഉണ്ടാകണം. എൻ്റെ ദൈവത്തിന് മഹത്വം കൊടുക്കാനായിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന അവസരങ്ങൾ ഞാൻ എങ്ങനെ വിനിയോഗിക്കുന്നു എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഒരുപക്ഷെ എൻ്റെ പേര് നഷ്ടപ്പെടുമോ, ഒരുപക്ഷെ എൻ്റെ സ്റ്റാറ്റസ് പോവോ എന്നൊക്കെ കരുതി പലപ്പോഴും ദൈവത്തിന് മഹത്വം കൊടുക്കാനായിട്ട് നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ നമ്മൾ പലപ്പോഴും പാഴാക്കി കളയാറുണ്ട്. ഈശോ പറഞ്ഞ മൂല്യങ്ങൾ ഒരുപക്ഷെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയാറുണ്ട്. അഥനാറയിൽ സീസറിൻ്റെ രൂപവും ലിഖിതവും കാണുമ്പോൾ നമ്മൾ ഒന്നുകൂടി ചിന്തിക്കണം, എന്നിൽ കാണുന്ന ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും അത് എന്നെ ദൈവത്തിലേക്ക് അടുപ്പിക്കേണ്ടതാണ്. എന്നിൽ കാണുന്ന ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും അത് എന്നെ എത്രമാത്രം ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ എൻ്റെ സമ്പാദ്യം, എൻ്റെ സമയം, ഞാൻ വിനിയോഗിക്കുന്ന എൻ്റെ സമയങ്ങൾ, ഞാൻ മറ്റുള്ളവർക്ക് ഒരുപക്ഷെ മാറ്റിവെക്കുന്ന എൻ്റെ സമയങ്ങൾ, ഞാൻ എൻ്റേതായി ഉപയോഗിക്കുന്ന എൻ്റെ സമ്പാദ്യങ്ങൾ, എൻ്റെ മാത്രം ആവശ്യങ്ങൾക്ക് ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ സമ്പാദ്യങ്ങൾ, എൻ്റെ ആരോഗ്യം, ഇതൊക്കെ ഒരു പക്ഷേ ദൈവത്തിന് ഞാൻ കൊടുക്കേണ്ടതല്ലേ? പ്രിയ നിറഞ്ഞവരെ, നമ്മൾ മാറ്റിവെച്ചിട്ടുള്ള നമ്മുടെ സമയങ്ങൾ, നമ്മുടെ ആരോഗ്യം, നമുക്കുള്ളതെല്ലാം ദൈവത്തിന് നമ്മൾ മഹത്വം കൊടുക്കേണ്ടതായി നമ്മൾ ഉപയോഗിക്കേണ്ടതല്ലേ? എത്രമാത്രം നമ്മൾ ദൈവത്തിന് മഹത്വം നൽകുന്നുണ്ട്? ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ നമുക്കൊന്ന് ചിന്തിക്കാം. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് മഹത്വം കൊടുക്കാനായി ഞാൻ മറന്നുപോയ നിമിഷങ്ങൾ, ദൈവത്തിന് മഹത്വം കൊടുക്കാനായി എനിക്ക് അവസരങ്ങളുണ്ടായിട്ടും അതൊക്കെ ഞാൻ പാഴാക്കി കളഞ്ഞ നിമിഷങ്ങൾ, അതിനൊക്കെ ഓർത്ത് നമുക്ക് മാപ്പ് ചോദിക്കാം. ഈശോയെ, മറ്റൊരു വ്യക്തിയിലേക്ക് നിന്നെ കൊടുക്കാനായിട്ട് മറന്നുപോയ നിമിഷങ്ങളെയൊക്കെ ഓർത്ത് ഈശോയെ ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഈശോയുടെ കരുണയിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 4-ാം അധ്യായം 2 ഇങ്ങനെയാ പറഞ്ഞു വയ്ക്കുക: വചനം പ്രഘോഷിക്കുക, സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗ്രതയോടെ വർത്തിക്കുക. ഈ ഒരു നിമിഷം നമ്മൾ കണ്ടുമുട്ടിയിട്ടുള്ള എല്ലാ വ്യക്തികളെയും നമുക്കൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. അതിലെൻ്റെ ജീവിതത്തിൽ എനിക്ക് വേദന തന്നിട്ടുള്ള ഒരു വ്യക്തിയെ ഈ നിമിഷം നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. അതാരുമായിക്കൊള്ളട്ടെ. ഒരുപക്ഷെ മാതാപിതാക്കളാകാം, നമ്മുടെ ഗുരുക്കന്മാരാകാം, സഹോദരങ്ങളാകാം, അയൽപ്പക്കക്കാരാകാം, ആര് തന്നെ ആയിക്കൊള്ളട്ടെ. ആ ഒരു വ്യക്തിയെ ഈശോയുടെ കരങ്ങളിലേക്ക് പ്രത്യേകമായി ഈ കരുണയുടെ സമയം, ഈ കൃപയുടെ സമയം
നമുക്ക് ചേർത്ത് വയ്ക്കാം. സാധിക്കുന്നവർക്കെല്ലാം മുട്ടിമേലായിരിക്കാം. ഈശോ നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് പോകുമ്പോൾ നമ്മുടെ നിയോഗങ്ങളെ ഈശോയിലേക്ക് ചേർത്ത് വയ്ക്കാം. ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിച്ചാലല്ലാതെ ഞാൻ നിന്നെ ഇവിടെ നിന്ന് കടന്നു പോകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ യാക്കോബിനെ പോലെ നമ്മുടെ ഹൃദയ വേദനകളെ, നമ്മുടെ ആഗ്രഹങ്ങളെ, നിയോഗങ്ങളെ ഒക്കെ ഈശോയുടെ കരങ്ങളിലേക്ക് ചേർത്ത് വയ്ക്കുക. ഈ നിമിഷം ലോകമെമ്പാടും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മിഷണറിമാരോടും ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ നാനാദിക്കുകളിൽ ക്രിസ്തുവിൻ്റെ വചനം പ്രഘോഷിക്കാനായിട്ട് ഒത്തിരി മക്കൾ, ഒത്തിരി പേര് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കാനായിട്ടുള്ള ഒരു വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ, ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ, കുടുംബങ്ങളിൽ, നമ്മൾ കണ്ടുമുട്ടുന്നവരിലേക്കെല്ലാം ഈശോയെ കൊടുക്കാനുള്ള ഒരു കൃപ, ഒരു അഭിഷേകം ഞങ്ങൾക്ക് തരണമേ കർത്താവേ. ഒപ്പം ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിന്റെ ഇടപെടൽ മനസ്സിലാക്കാൻ ഞങ്ങളുടെ കണ്ണ് തുറക്കണമേ, ഞങ്ങളുടെ ഉൾക്കണ്ണുകൾ തുറക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാനെ, വിശ്വാസത്തിൻ്റെ ഒരു അഭിഷേകം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഒപ്പം ഞങ്ങൾ സമർപ്പിച്ച വ്യക്തികളെ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതങ്ങളിലും തമ്പുരാനെ നിന്നെ കണ്ടുമുട്ടാനുള്ള ഒരു വലിയ കൃപ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദത്തിനായി നമുക്ക് ഒരുങ്ങാം. ആരാധന 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 യേശുനാഥ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും